ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തെളിയുന്ന 5 നക്ഷത്രജാതകർ. മഹാദേവൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും. ഈ നക്ഷത്രജാതകർ തിരുവണ്ണാമല ക്ഷേത്ര ദർശനം നടത്തണം, ഗിരിവലം വയ്ക്കണം. ശനിയാഴ്ച ഗിരിവലം ചെയ്താൽ ജീവിത ദുഃഖം അകലുമെന്നാണ് വിശ്വാസം. ഇരട്ട ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. മൗനമായി മനസ്സിൽ ദേവനാമം ഉച്ചരിക്കുക. സകല ദുരിത ദുഃഖങ്ങളും ഈ നക്ഷത്രജാതകർക്ക് അകന്നു കിട്ടാം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുവാൻ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഈ 5 നക്ഷത്രജാതകർ ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഈ 5 നക്ഷത്രജാതകരുടെ പരാജയങ്ങൾ അകലും. അതുപോലെ ഈ 5 നക്ഷത്രക്കാർ മഹാദേവനെ വായുലിംഗ പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ശ്രീകാളഹസ്തിയിൽ രാഹു കേതു ദോഷപരിഹാര പൂജ കൂടി ചെയ്ത് മുന്നോട്ട് പോകണം. സർവ ദുരിത ദുഃഖങ്ങളും അകലുകയും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും അകലുകയും ചെയ്യും. ഈ 5 നക്ഷത്രജാതകർ ആരൊക്കെയാണ്? അവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക എന്നൊക്കെ നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നാളെ പ്രത്യേക പൂജയുണ്ടാകും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹത്തിനായി നാളെ ശർക്കരപ്പായസം നേദിച്ച് പൂജ ചെയ്യും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മയ്ക്ക് പ്രാർത്ഥന ചെയ്യും, പൂജ ചെയ്യും, പ്രാർത്ഥിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഏതായാലും വരുന്ന ഏതാനും വർഷങ്ങൾ ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല സമ്പത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ്. മഹാദേവനെ വായുലിംഗ പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ശ്രീകാളഹസ്തി രാഹുകേതു ദോഷ പരിഹാര പൂജ കൂടി ചെയ്യണം. ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം, മുന്നോട്ട് പോകണം. തീർച്ചയായും ഇവരുടെ എല്ലാ ശത്രുദോഷങ്ങളും അകലും. ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ കലഹങ്ങളും മാറിക്കിട്ടും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ഇവർക്ക് അഭിവൃദ്ധിയും നേട്ടവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരാൻ പോവുകയാണ്. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരുന്ന, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലിയായ നക്ഷത്രം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകാം. ആ നക്ഷത്രം മറ്റാരുമല്ല, കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദുരിതങ്ങൾ പൊഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉറപ്പായും ഇവർക്ക് നടക്കും. വിവാഹത്തിൽ തീരുമാനമാകും. ധനപരമായി ഇവർക്കൊരുപാട് നേട്ടമുണ്ടാക്കാൻ സാധ്യമാകും. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല സ്ഥാനം ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും. ശ്രീകൃഷ്ണസ്വാമിയെയും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തി അപ്പം, അട, അവിൽ, കദളിപ്പഴം, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ലഭ്യമാകാൻ പോകുന്ന സമയമാണ്. ഒരു പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കും. അതുവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. തടസ്സങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടും.
വ്യാഴമാറ്റവും നിങ്ങൾക്ക് ഗുണകരമാണ്. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഭാഗ്യത്തിലെത്താൻ സാധിക്കും. ക്ഷേത്ര ദർശനം നടത്തണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശിവക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഇവിടെയൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിപ്പേറി ജീവിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, പുണർതം നക്ഷത്രം തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് ഗുണം വർദ്ധിക്കുന്ന സമയമാണ്. ധർമ്മപ്രവർത്തനങ്ങളിൽ മുഴുകുക. സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ശത്രുദോഷം, ആഭിചാരദോഷം, പ്രണയപ്രശ്നം ഇതൊക്കെ മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒക്കെ അവസാനിക്കുന്നു. ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം. അത് മറ്റാരുമല്ല, ആയില്യം നക്ഷത്രമാണ്. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. പിണങ്ങി നിന്ന സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് വരും. അതാരാണെങ്കിലും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി മടങ്ങി വരുന്ന സമയമാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്നു. ഗുണകരമായ അവസ്ഥ വന്നു ചേരുന്നു. വിദേശത്ത് പോകാൻ തടസ്സം നേരിട്ടവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഏത് തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് വളരെ ആലോചിച്ച് ചെയ്യുക. എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവരുമായി തുറന്ന് പറയാതിരിക്കുക. വിചാരിച്ചത് നടക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മാറ്റിപ്പറയുന്ന സ്വഭാവം മാറ്റുക. കർമ്മമേഖലയിൽ തടസ്സം വന്നിട്ടുണ്ട്. ജോലിയില്ലാത്ത വ്യക്തിക്ക് ജോലി കിട്ടുന്ന സമയമാണ്. വരുമാനം വർദ്ധിക്കും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വിശാഖത്തിന് വന്നു ചേരുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങൾക്ക് തെളിയുന്നു. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. കാറ്, വീട്, വിദേശവാസം, വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള യോഗങ്ങൾ, നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ നിറവേറാൻ സാധിക്കുക. അങ്ങനെ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം. സാമ്പത്തികമായി വലിയ ഉന്നതി ഉണ്ടാകുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ഈ 5 നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.